പത്തനംതിട്ട ആറന്മുള മാലക്കരയിൽ കിൻഡർ ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജും നടി അമല പോളും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. സാമ്പത്തികമില്ലാത്ത ഏതൊരു വ്യക്തിക്കും ചികിത്സ നിഷേധിക്കുകയില്ലെന്ന ടാഗ് ലൈനോടുകൂടിയാണ് കിൻഡർ ആശുപത്രി പ്രവർത്തിക്കുന്നതെന്ന് ചെയർമാൻ ഡോക്ടർ വി.കെ. പ്രദീപ് കുമാർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. 2 മാസത്തിനുള്ളിൽ 2 ആശുപത്രി കൂടി സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. തീരെ നിർധനരായ സ്ത്രീകൾക്ക് സൗജന്യമായി ചികിത്സ നൽകാനുള്ള സൗകര്യം കിൻഡറിലുണ്ട്. അപ്പൊ അതുകൊണ്ട് പണമില്ല എന്ന് കരുതിയിട്ട് കിൻഡറിലേക്ക് വരാൻ ആർക്കും മടിക്കേണ്ടതില്ല. പണമുണ്ടോ പണമില്ലേ മികച്ച ചികിത്സയായിരിക്കും കിൻഡറിൽ ലഭ്യമാകുന്നത്. ആറന്മുളയ്ക്ക് ഇന്ന് ഒരു ആഹ്ലാദത്തിന്റെ നിമിഷമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ മണ്ഡലം കൂടിയായ ആറന്മുളയിൽ ലോകോത്തര നിലവാരത്തിലുള്ള ഒരു ആതുര ശുശ്രൂഷ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. പ്രത്യേകിച്ച് ഇതിന്റെ ടാഗ് ലൈൻ സാമ്പത്തികമില്ലാത്തവർക്ക് ചികിത്സ നിഷേധിക്കരുത്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അങ്ങനെ കിൻഡർ ഗ്രൂപ്പ് ആറന്മുളയിലും പ്രത്യേകിച്ച് വഞ്ചിപ്പാട്ടിന്റെയും പള്ളിയോടങ്ങളുടെയും ഒപ്പം തന്നെ തീർത്ഥാടന ജില്ല കൂടിയായ ആറന്മുള മണ്ഡലത്തിലാണ് കിൻഡറിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത്. നമ്മളോടൊപ്പം കിൻഡറിന്റെ ചെയർമാൻ ഡോക്ടർ പ്രദീപ് കുമാർ സാർ ചേരുന്നുണ്ട്. സാറ്, നമ്മുടെ ടാഗ് ലൈൻ തന്നെ നമുക്ക് അതാണ് ഏറ്റവും കൂടുതൽ. അതെ 15 വർഷം മുമ്പ് ഞാൻ പറഞ്ഞൊരു ടാഗ് ലൈൻ തന്നെയാണ് അത് ഇന്നും അത് ഞങ്ങൾ കടപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പണം ഒരു ക്രൈറ്റീരിയ അല്ല കിൻഡറിൽ. അതുപോലെ തന്നെ ലക്ഷറി ട്രീറ്റ്മെന്റ്, നമ്മുടെ അത്യാധുനിക ട്രീറ്റ്മെന്റ്, അത്യാധുനികമായിട്ടുള്ള ലക്ഷറി എല്ലാ സ്ത്രീകൾക്കും, പാവങ്ങളായാലും പണമുള്ളവർക്കായാലും ലഭ്യമാണെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി എനിക്കുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം കിൻഡർ ഒരു പാഷനാണ്, കച്ചവടമല്ല. കച്ചവടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, അതെനിക്ക് നിവൃത്തിയില്ല. പക്ഷേ ഇന്നും അന്നും എനിക്ക് ഈ കിൻഡർ ഒരു പാഷൻ മാത്രമാണ്. ഏറ്റവും മികച്ച രീതിയിലുള്ള ചികിത്സ നൽകുക, അത് പണം ഒരു ക്രൈറ്റീരിയ അല്ല. ഇന്ന് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. കാരണം ഈ ഒരു ഗ്രാമത്തില് ആശുപത്രി ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും സന്തോഷം വരുന്നത്. കാരണം നമ്മളൊരു ആശുപത്രി പട്ടണത്തിൽ ചെയ്യുമ്പോൾ അതൊരു മറ്റൊരു ആശുപത്രിയായി മാറുകയാണ്. ഗ്രാമത്തിൽ ചെയ്യുമ്പോൾ നമ്മുടെ ആശുപത്രി ഒരു അനുഗ്രഹമായി മാറുകയാണ് ജനങ്ങൾക്ക്. തീർച്ചയായും ഇങ്ങനെയുള്ള ഒരു സൗകര്യമില്ലാത്തിടത്ത് കിൻഡറിനെ പോലെ ഏറ്റവും അത്യാധുനികവും ആഡംബരവുമായ ആശുപത്രി വളരെ നിസാര ചെലവില് ലഭ്യമാക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഡ്രീമാണ്. ഇവിടുത്തെ ജനങ്ങളുടെ ഒരു അനുഗ്രഹം കൂടിയാണ്. സാറേ, പ്രത്യേകിച്ച് നമുക്ക് ഈ ബാക്കിയുള്ള ഈ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ മാത്രമാണ് അത്യാധുനിക നിലവാരത്തിലുള്ള ആശുപത്രികൾ, സ്വകാര്യ ആശുപത്രികളെല്ലാം പ്രവർത്തിക്കുന്നത്. ഞങ്ങളെയെല്ലാം അത്ഭുതപ്പെടുത്തിയത് എന്തുകൊണ്ടാണ് സാർ ചേർത്തലയിൽ മാത്രം ഒരു അർബൻ ഏരിയയിൽ തുടങ്ങി? അതെ, ചേർത്തലയില് ഞങ്ങൾ ആരംഭിക്കുമ്പോൾ വളരെ നിർധനരായ ജനങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പൊ അന്ന് ഈ ചോദ്യം തന്നെ എല്ലാവരും ചോദിച്ചു. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കച്ചവടമല്ല കിൻഡർ. എൻ്റെ ആഗ്രഹം ഏറ്റവും ആധുനികവും അത്യാഡംബരവുമായ ചികിത്സ സാധാരണക്കാരിലേക്ക് നൽകുക എന്ന ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. പണം അന്നൊരു ക്രൈറ്റീരിയ ആയിരുന്നില്ല. പക്ഷെ ഇന്ന് ചേർത്തലയിലെ ഏറ്റവും മികച്ച ആശുപത്രിയാണ്. ചേർത്തലയിലല്ല, കേരളത്തിൽ തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഏറ്റവും മികച്ച ആശുപത്രിയായി ചേർത്തല മാറി. ആ ഒരു അവൈലബിലിറ്റി ഇവിടെയും ഈ ഒരു ഗ്രാമത്തിലും ഉണ്ടാവണമെന്നാണ് ആഗ്രഹം. നമുക്ക് ആറന്മുള ഈ മാലക്കര സെന്റ് തോമസ് ഹോസ്പിറ്റലുമായി ചേരുമ്പോഴേ ഇവിടെ എന്തൊക്കെ സൗകര്യങ്ങളാണ് നമുക്ക്? ഇവിടെ സ്ത്രീകളെയും കുട്ടികളെയും സംബന്ധിച്ചുള്ള എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. NICU ഉണ്ടായിരിക്കും, ഡെലിവറി ഉണ്ടായിരിക്കും, ഗൈനക്കോളജി വർക്ക് ഉണ്ടായിരിക്കും, ലാപ്രോസ്കോപ്പിക് വർക്ക് ഉണ്ടായിരിക്കും. ഇത് വളരെ അത്യാധുനിക രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഓട്ടോമേറ്റഡ് ആണ്, പേപ്പർലെസ് ആണ് നമ്മുടെ ആശുപത്രി. അപ്പോൾ ഏറ്റവും മികച്ച ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായിരിക്കും. അത് ഈ ഗ്രാമപ്രദേശത്ത് അന്ന് വന്ന് തുടങ്ങാൻ മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് വന്നതാണ്. അങ്ങനെ തുടങ്ങി പതുക്കെ ഇവിടുത്തെ നാട്ടുകാരുടെ, ഇവിടുത്തെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് ചെറുതും വലുതുമായ എല്ലാവരുടെയും സഹകരണവും കൊണ്ട് വളർന്നു വന്ന ഒരു ഹോസ്പിറ്റലാണ്. നമ്മുടെ
ചേർത്തലയിലും കൊച്ചിയിലുമുള്ള ഡോക്ടർമാരുടെ സേവനം അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇവിടെ ലഭ്യമാകുമല്ലോ സാർ? തീർച്ചയായും ചേർത്തലയാണ് ഇതിന്റെ നിയറസ്റ്റ്. അപ്പൊ അവിടെയുള്ള IVF സൗകര്യങ്ങൾ അവൈലബിൾ ആയിരിക്കും. അവിടുത്തെ മികച്ച ഡോക്ടർമാരുടെ സേവനം ലഭ്യമായിരിക്കും. ഇവിടുന്ന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ചേർത്തലയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് അവിടെ ചികിത്സിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. കൊച്ചിയിൽ നിന്നുള്ള മികച്ച ഡോക്ടേഴ്സും വിസിറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് ഒരുപാട് കോമ്പിനേഷൻ ഉണ്ട്. അടുത്ത ആശുപത്രി നമ്മുടെ കൊല്ലത്താണ് വരുന്നത്. അത് മാർച്ച് 8-ാം തീയതി ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊല്ലത്ത് മികച്ച ആശുപത്രി ആയിരിക്കും. അതൊരു വലിയ ആശുപത്രി ആയിരിക്കും. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒരു 20% മൾട്ടി സ്പെഷ്യാലിറ്റിയും കൂടെ കൊല്ലത്തുണ്ടായിരിക്കും. പിന്നെ ഈ പ്രസവ ശുശ്രൂഷയും പ്രസവാനന്തരം അങ്ങനെയൊക്കെ ഉള്ളത് ഒരു വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്ന ഒരു ഇതാണ് ഈ സ്വകാര്യ ആശുപത്രികൾ. നമുക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സാർ? സാധാരണ ജനങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ്? സാധാരണ ജനങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണം ഒരു ക്രൈറ്റീരിയ അല്ല. തീരെ നിർധനരായ സ്ത്രീകൾക്ക് സൗജന്യമായി ചികിത്സ നൽകാനുള്ള സൗകര്യം കിൻഡറിലുണ്ട്. അപ്പൊ അതുകൊണ്ട് പണമില്ല എന്ന് കരുതിയിട്ട് കിൻഡറിലേക്ക് വരാൻ ആർക്കും മടിക്കേണ്ടതില്ല. പണമുണ്ടോ പണമില്ലേ മികച്ച ചികിത്സയായിരിക്കും കിൻഡറിൽ ലഭ്യമാകുന്നത്. എന്റെ വാക്കാണ്, ബിക്കോസ് ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. അതുപോലെ എനിക്ക് മറ്റൊരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഹോസ്പിറ്റൽ ഇസ് ഓൺലി ഫോർ പ്രഗ്നൻസി, ഡെലിവറി, അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും മാത്രമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു എനർജി തന്നെ വേറെയാണ്. എന്താ ഈ പ്രസവം അത് ആർഭാടമാക്കുക അങ്ങനെയും കൂടെ ഉണ്ട്. അതുകൂടെ സാറ് ഒന്ന് പറയണം, എങ്ങനെയൊക്കെയാണ് സാർ അതിന്റെ കാര്യങ്ങൾ? മറ്റുള്ള ആശുപത്രിയിൽ നിന്നും വ്യത്യസ്തമാണത്. അതെ, 40 വർഷമായി ഞാനൊരു പീഡിയാട്രീഷ്യനാണ്. 40 വർഷമായി ഞാൻ സ്ത്രീകളുടെയും കുട്ടികളുടെയും കൂടെയാണ് എൻ്റെ ജീവിതത്തിലെ ഭൂരിഭാഗം സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവരനുഭവിക്കുന്ന ദുരിതങ്ങളും അവരനുഭവിക്കുന്ന സ്ട്രെസ്സും ഒക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പ്രസവം അല്ലെങ്കിൽ ഗർഭകാലം ഒരു ആഘോഷമാക്കുക എന്ന് തന്നെയാണ് ഞങ്ങളുടെ രീതി. അപ്പൊ അതിനായി ഒരുപാട് ആക്ടിവിറ്റീസ് എല്ലാ മാസവും എന്തെങ്കിലും രീതിയിൽ ആക്ടിവിറ്റീസ് ഉണ്ടാവും. എല്ലാ വിശേഷങ്ങളും ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും. അത് ഗർഭിണികൾക്ക് മാത്രമല്ല, ഞങ്ങളുടെ സ്ത്രീകളായിട്ടുള്ള സ്റ്റാഫിനും കൂടെ ഉദ്ദേശിച്ചാണ്. കാരണം അവരെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുക, ഡോക്ടേഴ്സിന്റെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുക, ഇതൊക്കെയാണ് അതിന്റെ ഉദ്ദേശം. ഓക്കെ, അങ്ങനെ സമൂഹത്തിന് ഒരു കൈത്തിരിവട്ടമായി ശാമ്പത്തികമില്ലാത്തവർക്ക് ചികിത്സ നിഷേധിക്കപ്പെടില്ലെന്ന ആപ്തവാക്യം മുൻനിർത്തിക്കൊണ്ട് കിൻഡർ ഗ്രൂപ്പ് ഓരോ ദിവസവും മുന്നോട്ട് പോവുകയാണ്. ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് നമ്മുടെ ഡോക്ടർ പ്രദീപ് കുമാറും അദ്ദേഹത്തിനോടുള്ള ടീം അംഗങ്ങളും കിൻഡർ ഗ്രൂപ്പിന് വേണ്ടി. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ആറന്മുളയിൽ നിന്നും ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദൻ ജെ, പത്തനംതിട്ട.